അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീന വലിമൻ മാതു മിന്നാ വലിമൻ തഅല്ലഖ ബിനാ യാ അർഹമർ റഹീമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഉമ്മ എന്ത് ചെയ്യും, ഉമ്മയുടെ പറ്റി അല്ലെങ്കിൽ ഉപ്പയെ പറ്റി, മാതാപിതാക്കളുടെ മഹത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഉമ്മയുടെ ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഉമ്മമാർ എന്ത് ചെയ്യും, കഥകൾ പറഞ്ഞു തരും രാത്രിയിൽ. سمعت منها وأنا على فراش قصة إبراهيم كيف ألقي في النار وصارت بردا وسلاما وكيف نشأ موسى في قصر فرعون وسمعت قصة رسول الله صلى الله عليه وسلم. ആ ഉമ്മയിൽ നിന്നും ഞാൻ കേട്ടു ഖിസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കഥകളും, വഖിസ്സത്ത് ഹലീമത്ത് സാദിയ, ഹലീമ ബീവിയുടെ കഥകളും, അതുപോലെ തന്നെ വഖിസ്സസൻ ജമീല, ഒരുപാട് നല്ല സുന്ദരമായ കഥകളും ഞാൻ കേട്ടു എന്നാണ് പറഞ്ഞത്. ഇനി അതിനെ തുടർന്ന് പറയാണ് വഹഫിൽതു ആയത്തുൽ കുർസി, ഞാൻ ആയത്തുൽ കുർസി പഠിച്ചു, മനഃപ്പാടമാക്കി. വൽ ആയാത്തിൽ അഖീറ, അതല്ലാത്ത മറ്റു ആയത്തുകളൊക്കെ ഞാൻ പഠിച്ചു. മീൻ സൂറത്തിൽ ബഖറ, ബഖറ സൂറത്തിലുള്ള മറ്റു ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ആമന റസൂൽ തുടങ്ങിയുള്ള മറ്റു ആയത്തുകളൊക്കെ. അല്ല ആയാത്തുൽ അഖീറ, മറ്റു ആയത്തുകൾ. അഖീറ എന്ന അവസാനത്തെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ആമന റസൂൽ എന്ന അർത്ഥത്തിനിക്ക്. ആയത്തുൽ അഖീറ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആയത്തുകൾ കേട്ടോ. മീൻ സൂറത്തിൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ആയത്ത് കുർസിയും അതുപോലെ തന്നെ അവസാനത്തെ ആയത്തുകളായ ആമൻ റസൂലൊക്കെ ഞങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ വഅദഇയതൻ കസീറ, ഒരുപാട് ദുആകളും, കസീർ ഒരുപാട്, അദ്ഇയ ദുആൻ ജം അദ്ഇയ, പ്രാർത്ഥനകൾ, ഒരുപാട് പ്രാർത്ഥനകൾ നിസ്കരിക്കുന്ന സമയത്ത് അതുപോലെയുള്ള നല്ല പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ പഠിച്ചു. അങ്ങനെ വകുൻതു ആലിമൽ അത്ഫാൽ, പിന്നെ വകുൻതു ഞാനായിരുന്നു ആലിമൽ അത്ഫാൽ, ഈ കുട്ടികളെ ഞാൻ അത് പഠിപ്പിക്കുമായിരുന്നു എന്നർത്ഥം. ആലിമ പഠിപ്പിക്കുന്നവൻ, അറിയുന്നവൻ എന്നൊക്കെ അർത്ഥത്തിനിക്ക്. അൽ അത്ഫാൽ കുട്ടികളെ, അപ്പോൾ കുട്ടികളിൽ ഏറ്റവും അറിയുള്ളവൻ ഞാനായിരുന്നു എന്നർത്ഥം പറയാം. അതല്ല ഞാൻ ആലിമുൽ അത്ഫാൽ, കുട്ടികളെ പഠിപ്പിക്കുന്നവനുമായിരുന്നു ഞാൻ. വക്കാന അബി, എൻ്റെ ഉപ്പയായിരുന്നു യുഹിബുനി കസീറൻ, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. യുഹിബു, ഉപ്പ ഇഷ്ടപ്പെടുന്നു, നീ എന്നെ കസീറൻ ഒരുപാട്, എൻ്റെ ഉപ്പ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. വകുന്തു അസ്ഗറ, അൽഗറ അസ്ഗറ കേട്ടോ, അസ്ഗറ ഇഖ്വതി, ഏറ്റവും ചെറിയ. വകുന്തു ഞാനായിരുന്നു, അസ്ഗറ ഇഖ്വതി എൻ്റെ സഹോദരന്മാരിലെ ഏറ്റവും ചെറിയ ആൾ ഞാനായിരുന്നു. വകുന്തു ഞാനായിരുന്നു, അസ്ഗറ ഏറ്റവും ചെറിയവനായിരുന്നു, ഇഖ്വതി എൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും ചെറിയവൻ ഞാനായിരുന്നു. അബീതു മഅഹു വആകുലു മഅഹു, ഞാൻ ആ ഉപ്പയുടെ കൂടെ ഞാൻ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കും. ആക്കുലു മാഹു, ഉപ്പയുടെ കൂടെ ഞാൻ രാത്രി ഉറങ്ങുകയും രാത്രി ഞാൻ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ആക്കുലു ഞാൻ ഭക്ഷിക്കും, മാഹു ആ ഉപ്പയുടെ കൂടെ. അബീത്ത് മാഹു ആ ഉപ്പയുടെ കൂടെ ഞാൻ രാത്രി ഉറങ്ങുകയും ചെയ്യും. അബീത്തു, ബാത്ത് അബീത്ത് എന്ന് പറഞ്ഞാൽ രാപ്പാർക്കുക എന്നാണ്. അപ്പോൾ അബീത്തു ഞാൻ രാപ്പാർക്കും, മാഹു ആ ഉപ്പയുടെ കൂടെ. വൈദാ ജാ അമിൻ സഫരിൻ, ആ ഉപ്പ യാത്രയിൽ നിന്നും വന്നാൽ. വൈദാ ജാ അമിൻ സഫരിൻ, യാത്രയിൽ നിന്ന് വന്നാൽ. ഇസ്തറാലി ഹദിയത്തൻ ജമീല, ഇസ്തറാലി എനിക്ക് വേണ്ടി വാങ്ങിയിരിക്കും, വാങ്ങും എന്നർത്ഥം, വാങ്ങും മാലിയാണ്. ഓക്കെ, ലി എനിക്ക് ഹദിയത്തൻ ജമീല, നല്ല സമ്മാനങ്ങൾ, ഹദിയത്തൻ ജമീല നല്ല സമ്മാനങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങുമായിരുന്നു. വക്കാനന്നാസു യുഹിബൂനനി, ജനങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടുമായിരുന്നു. യുഹിബൂനനി, ജനങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടുമായിരുന്നു. വയുഖരിബൂനനി, ആ ജനങ്ങളൊക്കെ അവർ എന്നെ അടുപ്പിക്കുമായിരുന്നു. യുഖരിബൂന, അവർ അടുപ്പിക്കും, നീ എന്നെ അടുപ്പിക്കും, ഇലൈഹിം അവരിലേക്ക്. അപ്പോൾ ജനങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടുകയും എന്നെ അവരിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ലി മക്കാനി മിൻ അബി, ഉപ്പയിൽ നിന്നും, ലി മക്കാനി എനിക്കുള്ള സ്ഥാനത്തിന് വേണ്ടി, മിൻ അബി എൻ്റെ ഉപ്പയിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ജനങ്ങളും എന്നെ സ്നേഹിക്കാറുണ്ടായിരുന്നു എന്നർത്ഥത്തിനിക്ക്. ഓക്കെ, ലി മക്കാനി എൻ്റെ സ്ഥാനത്തിന് വേണ്ടി, മിൻ അബി ഉപ്പയിൽ നിന്നുള്ള എൻ്റെ സ്ഥാനത്തിന് വേണ്ടി, അഥവാ എനിക്ക് ഉപ്പയുടെ അടുത്ത് എത്ര സ്നേഹമുണ്ട് അതുപോലെ ജനങ്ങളും എന്നെ സ്നേഹിക്കുമായിരുന്നു. വഖദ് ഖറഅതു അബി ഐലൻ, വഖദ് ഖറഅതു അല അബി, ഉപ്പയുടെയും ഞാൻ ഉപ്പയ്ക്കും ഞാൻ ഉപ്പക്ക് ഖറ അല എന്ന് പറഞ്ഞാൽ ഓതി കേൾപ്പിക്കുക എന്ന അർത്ഥത്തിനിക്കാണ്. ഐലൻ, വഖദ് ഖറഅതു അല ഞാൻ ഓതി കേൾപ്പിച്ചിരുന്നു, അല അബി എൻ്റെ ഉപ്പയുടെ ഉപ്പക്ക് ഓതി കേൾപ്പിക്കുമായിരുന്നു. ഐലൻ ഉപ്പക്കും എന്നർത്ഥം, ഉമ്മക്കും ഉപ്പക്കും എന്നർത്ഥം. വഹുവലി അബുൻ, ആ ഉപ്പ എൻ്റെ ഉപ്പയാണ്. മുഅല്ലിമുൻ, അതുപോലെ തന്നെ ഒരു അധ്യാപകനുമാണ്. വക്കാന യൂസി, ആ ഉപ്പ ഔസ യൂസി, എന്താ പറയുക, നിർദ്ദേശം നൽകിയിരുന്നു. വക്കാന നിർദ്ദേശം നൽകുമായിരുന്നു.
ഉമ്മി ആരോട്, ആ ഉപ്പ ഉമ്മയോട് നിർദ്ദേശം നൽകാറുണ്ടായിരുന്നു. അന്ത കുസൂനി അന്ത കുസുവനി, ആ ഉമ്മ എന്നെ ധരിപ്പിക്കാൻ, യൗമൽ ഐദി പെരുന്നാൾ ദിവസം, ലിബാസൻ ജദീദ നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ ആ ഉപ്പ ഉമ്മയോട് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. ഫൈദ മരിൽത്തു, അങ്ങനെ എനിക്ക് രോഗമുണ്ടായാലോ, ഔ സഖത്തു മിൻ മക്കാനിൻ ഒരു സ്ഥലത്ത് ഞാൻ വീണാലോ, ഔ അസാബനി ലറുൻ എനിക്കെന്തെങ്കിലും പ്രയാസമുണ്ടായാൽ, അസ്വാബ ലർ എന്നാണ് പ്രയാസമേൽക്കുക, ബുദ്ധിമുട്ടേൽക്കുക, ഔ അലമുൻ അല്ലെങ്കിൽ വേദന ഉണ്ടാവുക, ജാ ഉൽ ഖബർ ആ ഉപ്പയുടെ അടുത്ത് വിവരം എത്തുകയും ചെയ്താൽ, തോറനാമുഹ ഉപ്പയുടെ ഉറക്കം തന്നെ പോകുമായിരുന്നു. തോറ പറന്നു പോകുനാവുമോ ഉപ്പയുടെ ഉറക്ക് പറന്നു പോകുമായിരുന്നു. അങ്ങനെ വസഹിറല്ലയിലെ രാത്രിയിൽ ഉറക്കൊയ്ക്കും, ഹമ്മൻ ഹുസനൻ ദുഃഖം കൊണ്ടും വിഷമം കൊണ്ടും രാത്രിയിൽ ഉറക്കൊയ്ക്കും. കൈഫ ഉജാസി ഹാദിഹി നിഅമ, ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, ഈ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എങ്ങനെ പ്രതിഫലം നൽകാനാണ്. ഹൽ യുംകിനു അൻ ഉജാസിഹുമാ ബിമാലിൻ, സമ്പത്ത് കൊണ്ട് എനിക്ക് സാധിക്കുമോ, ഹൽ യുംകിനു അൻ ഉജാസിഹുമാ ഈ മാതാപിതാക്കൾക്ക് പ്രതിഫലം നൽകാൻ എനിക്ക് സാധിക്കുമോ, ബിമാലിൻ സമ്പത്തുകൾ കൊണ്ട്. കല്ല, അങ്ങനെ പറ്റുകയില്ല, അങ്ങനെയല്ല. വമാലി ലിവാലിദയ്യ, കാര്യം അങ്ങനെയല്ല. ഞാനും, വമാലി എൻ്റെ സമ്പത്തും, ലിവാലിദയ്യ എൻ്റെ മാതാപിതാക്കൾക്കുള്ളതാണ്. നഅം അതെ, അന ആഖദിമുഹുമാ ബിൽമാലി വൽ ബദന, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യും. ബൽ എന്നല്ല, അസ്ലു ഞാൻ ചേർക്കും, അഥവാ ഞാൻ ബന്ധം ചേർക്കും, അസ്തിഖഅഹുമ അവരുടെ രണ്ടുപേരുടെയും സുഹൃത്തുക്കളും മാതാപിതാക്കളുടെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ബന്ധം ചേർക്കുകയും, വ അഖാരിബഹുമ അവരുടെ കുടുംബക്കാരുമായിട്ടും ബന്ധങ്ങൾ ചേർക്കും. ബിൽ ബിരി നന്മ കൊണ്ടും, വൽ മഅറൂഫി നന്മ കൊണ്ടും, ബിർ മഅറൂഫ് എന്ന അർത്ഥം തന്നെ, നന്മകൾ കൊണ്ടും അവരുടെ സഹോദരങ്ങളും അവരുടെ സുഹൃത്തുക്കളോടും അവരുടെ കുടുംബക്കാരോടും നമ്മൾ ബന്ധം ചേർക്കും. വലാക്കിന്നി എന്ന് മാത്രമല്ല, പക്ഷേ സഅദുഉ ലഹുമ അവർക്ക് രണ്ടുപേർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും. ഞാൻ ദുആ ചെയ്യും, ലഹുമ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി. വഅഖൂലു ഞാൻ പറയും, ദായിമൻ എപ്പോഴും, ഫി ദുആഇ എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ എപ്പോഴും പറയും, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമ ഇവർക്ക് രണ്ടുപേർക്കും, എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ റബ്ബേ, കമാ റബ്ബയാനി സഗീറ എന്നെ ചെറുപ്പത്തിൽ അവർ എന്നെ പരിപാലിച്ചതുപോലെ അവർക്കും നീ റഹ്മത്ത് നൽകണേ എന്ന് ഞാൻ ദുആയിൽ പറയും എന്നാണ് ഈ കുട്ടി പറയുന്നത്. അവൻ ഇത്ര മുമ്പത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓക്കെ ഒന്ന് കറക്റ്റ് നോക്കുക, ഓരോ പദങ്ങൾ. ഹഫിൽ തു ഞാൻ മനഃപ്പാടമാക്കി, ആയത്തുൽ കുർസി അലായത്തുൽ അഖിറ അവസാന ആയത്തുകൾ, മിൻ സൂറത്തുൽ ബക്കറയിൽ നിന്നുള്ള, അദഅയത്തുൻ കതീറ ഒരുപാട് പ്രാർത്ഥനകൾ. അതുപോലെ തന്നെ കുന്തു ഞാനായിരുന്നു, ആലിമൽ അത്ഫാൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരുന്നു എന്നർത്ഥം. വാക്കാൻ അബി എൻ്റെ ഉപ്പയായിരുന്നു, യുഹിബ്ബുനി ആ ഉപ്പ എന്നെ ഇഷ്ടപ്പെടും, കസീറൻ ഒരുപാട്, കുന്തു ഞാനായിരുന്നു, അസ്ഗറ ഏറ്റവും ചെറിയ ആൾ, ഇഖ്വത്തി എൻ്റെ സഹോദരങ്ങളിലെ ഏറ്റവും ചെറിയ ആൾ ഞാനായിരുന്നു, അബീതു ഞാൻ പാർക്കുന്നു, ആക്കുലു ഞാൻ ഭക്ഷണം കഴിക്കുന്നു, വൈദാജ മിൻ സഫരിൻ ആ ഉപ്പ യാത്രയിൽ നിന്ന് വന്നാൽ, ഇഷ്തറ വാങ്ങുമായിരുന്നു, ലി എനിക്ക് വേണ്ടി, ഹദിയത്തൻ സമ്മാനങ്ങൾ, ജമീലത്തൻ നല്ല ഭംഗിയുള്ള എന്നർത്ഥം. വക്കാനന്നാസു ജനങ്ങളായിരുന്നു, ഈ ഹിബൂന നീ എന്നെ അവർ ഇഷ്ടപ്പെടുന്നു, യുഖരിബൂനനി അവർ എന്നെ അടുപ്പിക്കുന്നു, ഇലഹിം അവരിലേക്ക്, ലി മക്കാനി എനിക്കുള്ള സ്ഥാനത്തിന് വേണ്ടി, നബി എൻ്റെ ഉപ്പയിൽ നിന്നും എനിക്കുള്ള സ്ഥാനമുണ്ടായതിന് വേണ്ടി ജനങ്ങളും എന്നെ അവരിലേക്ക് അടുപ്പിക്കുമായിരുന്നു. അങ്ങനെ ഖറഅതു അല അബി എൻ്റെ ഉപ്പയ്ക്ക് ഞാൻ ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നു, ഉപ്പക്കും എന്നർത്ഥമായവൻ. ഓക്കെ, ആ ഉപ്പ എനിക്കൊരു ഉപ്പയും അതുപോലെ തന്നെ ഒരു അധ്യാപകനുമായിരുന്നു. വക്കാന യൂസി ആ ഉപ്പ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉപദേശം കൊടുക്കാറുണ്ട്, നിർദ്ദേശം യൂസിയാണ് നിർദ്ദേശം കൊടുക്കുക എന്നർത്ഥം എനിക്കാണ്. ഉമ്മി ആരോട്, എൻ്റെ ഉമ്മയോട് നിർദ്ദേശം കൊടുത്തിരുന്നു, അന്തക്കുസുവനി ആ ഉമ്മ എന്നെ എന്ത് ധരിപ്പിക്കണം, യൗമൽ ഈദി പെരുന്നാൾ ദിവസം, ലിബാസൻ ജദീദ നല്ല പുതിയ വസ്ത്രങ്ങളെ. അങ്ങനെ വൈദാമരിൽത്തു ഞാൻ രോഗിയായാൽ, ഔ സക്കത്തു ഞാൻ വീണാൽ, മിമ്മക്കാൻ ഒരു സ്ഥലത്ത് ഞാൻ വീണാൽ, ഔ അസാബനി ലററുൻ അസാബനി അല്ലെങ്കിൽ എനിക്കുണ്ടായി, ലററുൻ പ്രയാസമുണ്ടാവുകയോ, അലമുൻ അല്ലെങ്കിൽ വേദന ഉണ്ടാവുകയോ ചെയ്താൽ, വജാഉൽ ഖബർ അങ്ങനെ ആ വിവരം ഉപ്പക്കെത്തുകയും ചെയ്താൽ, തോറനാവുമോ ഉപ്പയുടെ ഉറക്ക് പോകുമായിരുന്നു, വസഹിറല്ലയിലെ രാത്രികൾ ഉറക്കൊയ്ക്കുമായിരുന്നു, സഹിറ ഉറക്കൊയ്ക്കുക, ഹമ്മൻ വിഷമത്താൽ, ഹുസനൻ ദുഃഖത്താൽ, കൈഫ എങ്ങനെ, ഉജാസി ഞാൻ പ്രതിഫലം നൽകും, പ്രത്യുപകാരം ചെയ്യും, അതെനിക്ക്
മുജാസാത്ത് പ്രത്യുപകാരം ചെയ്യും ഹാദിഹി നിഅമ ഈ അനുഗ്രഹങ്ങൾക്ക്. ഹൽ യംകിനു സാധിക്കുമോ അയ്യു ഉജാസിഹുമ ഈ മാതാപിതാക്കൾക്ക് ഞാൻ പ്രതികാരം നൽകാൻ അഥവാ പ്രത്യുപകാരം നൽകാൻ ബിമാലിൻ സമ്പത്ത് കൊണ്ട് കല്ല ഇല്ല എന്നർത്ഥത്തിനിക്ക്, അങ്ങനെയല്ല എന്നർത്ഥത്തിനിക്ക്. ഞാനും എൻ്റെ സമ്പത്തും ലിവാലിദ് എൻ്റെ മാതാപിതാക്കൾക്കുള്ളതാണ്. ഓക്കെ. അഹ്ദി മുഹുമ ഈ രണ്ടു പേർക്കും ഈ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്യും. ബിൽമാലി സമ്പത്ത് കൊണ്ട്, വൽബദനി സമ്പത്ത് ശരീരം കൊണ്ടും. അസിലു സിലത്തുറഹ്മ എന്നറിയല്ലോ, സിലത്തുറഹിം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം ചേർക്കും. അപ്പോൾ അസിലു ഞാൻ ചേർക്കും എന്നല്ല, ബൽ എന്നല്ല, അസിലു ഞാൻ ചേർക്കും. എന്ത് ചേർക്കും? അസ്തിഖാഹും ബന്ധങ്ങൾ ചേർക്കും. ആരുടെ? അസ്തിഖാഹും ഇവരുടെ സുഹൃത്തുക്കളോട്, മാതാപിതാക്കളുടെ സുഹൃത്തുക്കളുമായിട്ടും, വാക്കാരിബ് അവരുടെ കുടുംബക്കാരുമായിട്ടും, ബിൽ ബിരി അസിലു ബിൽ ബിരി നന്മ കൊണ്ട് ഞാൻ ബന്ധം ചേർക്കും. വൽ മാറൂഫ് ഈ ഗുണങ്ങൾ കൊണ്ടും. ബിറ് മാറൂഫ് ഗുണം നന്മ എന്നൊക്കെ അർത്ഥത്തിനിക്കാണ്. വലാക്കിന്നി പക്ഷെ സാധുലഹും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. വാഖൂലു ദായിമം എൻ്റെ ദുആയിൽ ഞാൻ പറയും റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സറിഞ്ഞ് നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ദുആ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ദുആകൾ അവർക്ക് വേണ്ടി ഞാൻ ദുആർക്കൽ നമുക്ക് ബാധ്യതയാണ്. അള്ളാഹു അവർക്ക് മാതാപിതാക്കൾ ഗുണം ചെയ്യുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവരും പാഠം പഠിക്കുക. അസ്സലാമു അലൈക്കും.